നമുക്ക് ഇങ്ങോട്ട് പോരാം. ഇവിടെ നമുക്ക് കാണാം, ഈ പായസം നഷ്ടപ്പെട്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുമിത്ര ഓടി കൗസല്യോട് വരും പറഞ്ഞു. കൗസല്യ കൈയെ ഒളിപ്പിച്ചു. രണ്ടുപേരും പറഞ്ഞു, ഇത് 3 പേരും ഒരാളുടെ ഭാര്യയാണെങ്കിൽ 3 പേരും നല്ല കൂട്ടാണ്, തമ്മിൽ വഴക്കൊന്നുമില്ല. കൗസല്യ നീ വിഷമിക്കണ്ട, ആരോടും പറയുകയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇവരുടെ പായസന്റെ പപ്പാതി എടുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു. ആരോടും പറയണ്ട കേട്ടോ, പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ലോ. അങ്ങനെ ചില കാര്യങ്ങൾ നുണയൊന്നും പറയണ്ട, പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട. നമ്മുടെ ഒരാളെ കുറിച്ച്, നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ഒരാളോട് മോശം പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരുടെ അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ വെറുതെ മനപ്രയാസം ഉണ്ടാക്കണേ? പറയേണ്ടതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ പേരാണ് വിവേകം. കൗസല്യക്കും കൈയ്ക്കും അതുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സുമിത്രയോടൊന്നും ആരോടും പറയണ്ട. പിന്നെ അവർ ഗർഭിണികളായി, കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇവിടെ വച്ചാണ് പ്രശ്നം ആരംഭിക്കുന്നത്. രാമന്റെ തൊട്ടില്, നമ്മളുടെ ഭരതന്റെ തൊട്ടില് സുമിത്ര 2 പായസം കൊണ്ട് ഗർഭം ധരിച്ച് 2 കുട്ടികളുണ്ടായി. അതാണ് പിൽക്കാലത്തെ ലക്ഷ്മണനും ശത്രുഘ്നും. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒരു തൊട്ടിൽ, വലിയ തൊട്ടില്ല. സുമിത്രക്ക് 2 കുട്ടികളായി പോയില്ലേ, വലിയ തൊട്ടിലിട്ടേ. ഇവര് കരച്ചിലോട് കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ എന്ന് പറയാം. ഞങ്ങളുടെ വല്ലാണ്ടായി. കൊട്ടാരം വൈദ്യന്മാർ വന്നു, പരിശോധിച്ചു, ദശരഥന് പരിഭ്രമമായി. അപ്പൊ ഈ സമയമായിട്ട് ദശരഥൻ അന്തപുരത്തിക്കാരൻ ഇതില്ല, കാരണം പ്രസവം കഴിച്ച് ഇതായിട്ടില്ലായുള്ളൂ. അപ്പം ഇതേകൂടം തന്നെ കുലഗുരുവിനെ വരിച്ചു, മറ്റേ വൈദ്യം വരിച്ചു. വൈദ്യനോട് കുലഗുരു ചോദിച്ചു, വസിഷ്ഠൻ ചോദിച്ചു, എന്താ കാര്യം? രോഗമൊന്നും കാണുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. വസിഷ്ഠനോട് ചെന്നപ്പോൾ ഈ മഹർഷീശ്വരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ധ്യാനിച്ച് നോക്കി എന്തു പറയാൻ പറ്റും. എന്ത് ഈ ധ്യാനിച്ചു നോക്കും പറയണേ, നമുക്കും അതുണ്ട്, ആ കഴിവുണ്ട്. നമുക്ക് ഏകാഗ്രത നല്ല ശക്തമായാൽ ഏത് വസ്തുവാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് ഏകാഗ്രമായി മനസ്സിൽ ഉറപ്പിച്ച് അതിലേക്ക് ചൂഴ്ന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ സകല വിവരങ്ങളും നമ്മുടെ മനസ്സിൽ വെളിപ്പെടും. അത് കുറച്ച് ഏകാഗ്രത ശീലിച്ചാലേ ഞാൻ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. ലോകത്തിൽ ഏത് വസ്തുവിനെയും നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനെ കണ്ടെത്താൻ പറ്റും. ശാസ്ത്രജ്ഞന്മാരെന്താ ചെയ്യുന്നത്? ഒരു വസ്തുവിനെ കുറിച്ച് അന്വേഷിച്ച് ഗവേഷണം നടത്തുകയെന്ന് പറയില്ലേ, അന്വേഷിച്ച് അവരുടെ ആഴത്തിലേക്ക് പോകുമ്പം ആ വസ്തുവിൻ്റെ സത്യസ്ഥിതി പുറത്തുനിന്നല്ല, അവരുടെ അകത്ത് വെളിപ്പെടുകയാണ്. അത് നമ്മൾ പറയുമല്ലോ, ഈ എന്താ ആകർഷണ സിദ്ധാന്തം. ആകർഷണ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഭൂമി എല്ലാത്തിനെയും പിടിച്ച് താഴെ വലിക്കുന്നു. ഇത് ആര് കണ്ടുപിടിച്ചു? ഐസക് ന്യൂട്ടൺ. എന്ത് കണ്ടുപിടിച്ചു? ആപ്പിൾ വീണപ്പം ഇത് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ആപ്പിൾ മുകളിലേക്കാണോ വീണേ? അല്ല. അപ്പൊ ന്യൂട്ടൺ കണ്ടുപിടിച്ചതല്ല, കണ്ടിട്ട് പഠിച്ചതാണ്. കണ്ടുപിടുത്തല്ല, കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പൊ എന്തും ഏകാഗ്രമുള്ള ദൃഷ്ടിയിൽ എല്ലാം വെളിപ്പെടും. വസിഷ്ഠൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ആ ലക്ഷ്മണകുമാരനെ എടുത്ത് രാമന്റെ തൊട്ടിൽ കൊടുത്തു, ശത്രുഘ്നകുമാരനെ എടുത്ത് ഭരതന്റെ തൊട്ടിൽ കൊടുത്തു. അപ്പൊ എന്താ, രാമ കൊടുത്ത ആ കൗസല്യയുടെ പായസാംശത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ലക്ഷ്മണന് ജന്മനാ രാമനോടൊരു ഒട്ടലാണ്. അതങ്ങോട്ട് കൊണ്ടി രാമന്റെ തൊട്ടിൽ കിടത്തി കുട്ടിയാപ്പ് കരച്ചു നിർത്തി. മറ്റേ ശത്രുഘ്നെ കൊണ്ടുപോയിട്ട് കൈകയുടെ പായസാംശത്തിൽ ജനിച്ചാണല്ലോ. അതുകൊണ്ട് ഭരതന്റെ തൊട്ടിൽ കിടത്തി ആ നിമിഷം ആ കുഞ്ഞിന്റെ കരച്ചിൽ തീർന്നു. വസിഷ്ഠൻ പുഞ്ചിരിച്ചു. വേറെ ആരോടും പറഞ്ഞില്ല. രാജ്ഞിമാരെ നോക്കി ചിരിച്ചു. അവർക്കും മനസ്സിലായി ഈ പായസം പങ്കുവെച്ചെന്റെ കഥ കിട്ടിയത്. ഇനി ഈ പായസത്തിന്റെ പക്ഷെ അഞ്ജന കഴിച്ചില്ലേ, അതിൻ്റെ സ്വാധീനത്തിലാണ് ആഞ്ജനേയന് ജന്മനാ തന്നെ രാമനോട് അദമ്യമായ ഭക്തിയും ആദരവും ഉണ്ടായത്. ഇത് കഥയുണ്ട്. ഇങ്ങനെ നമ്മുടെ പുരാണത്തിൽ എന്തും നോക്കിയാലും ഏത് സംഭവത്തിൻ്റെ പുറകിലും അതിൻ്റെ പുറകിൽ മറ്റൊരു സംഭവം ഇത് ഘടിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇത് കർമ്മ നിയമങ്ങളാണത്. നമസ്കാരം.